Good morning, students. ഇന്നത്തെ ഇന്റഗ്രേഷൻ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇന്റഗ്രേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, വാല്യുവേറ്റ് ചെയ്യാം. ഇതിൽ പലതരത്തിലുള്ള ഏരിയാസ് നമുക്ക് വാല്യുവേറ്റ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഏരിയ അണ്ടർ എ കർവ്, റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗിവൺ ഫംഗ്ഷൻ, വെർട്ടിക്കൽ ലൈൻസ് ആൻഡ് ദ എക്സ് ആക്സിസ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഫംഗ്ഷൻ as you know, definite integral will give area under the curve. Area under the curve ആണ് ഇന്റഗ്രൽ തരുന്നത്. ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുമ്പോൾ a തൊട്ട് b വരെയുള്ള റീജിയനിലെ ഏരിയയാണ് നമുക്ക് ഇന്റഗ്രേഷനിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ f of x ആണെന്ന് ഇരിക്കട്ടെ. f of x അതിന്റെ കർവ് നമ്മൾ വരയ്ക്കുന്നു. a b x equal to a x equal to b രണ്ട് ലൈൻസ് വരയ്ക്കുന്നു. x ആക്സിസ് ഇത്രയും പോർഷൻസ് കൊണ്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ a to b f of x dx ചെയ്താൽ മതി. അത് വാല്യുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ f of x വാല്യുവേറ്റ് നമുക്കറിയാം. ഇന്റഗ്രലിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നു. സപ്പോസ് ഇറ്റ് ബി f of x, then we are substituting the limits and the answer is f of b minus f of a. Integral a to b f of x dx is f of b minus f of a, where capital F is the integral of small f of x. Okay, ഒരു കർവും x ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ എവാലുവേറ്റ് ചെയ്യാൻ in between a and b we can use this result, integral a to b f of x dx. Okay, so what are the steps? Sketch the area, determine the boundaries a and b, set up the definite integral, find the definite integral, integrate it and substitute the values. That will give the area. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ എ കർവ്, where the function is given, region bounded by the horizontal lines and the y axis. x ആക്സിസിനെ ബൗണ്ട് ചെയ്യുന്നതിന് പകരം ഏരിയ ബൗണ്ട് ചെയ്യുന്നത് y ആക്സിസ് ആണെങ്കിൽ, സപ്പോസ് ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്. ഓക്കെ, suppose this is x axis, y axis. We are having a curve like this, say g of y, and we are evaluating it between y equal to c and y equal to d. So area bounded by g of y, y axis, in between y equal to c and y equal to d can be evaluated using the formula integral c to d g of y dy. ഏത് ഏരിയ ആണോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഏത് കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ആണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ജി ഓഫ് വൈയുടെ ലെഫ്റ്റിലോട്ടുള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്, ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ഡി. സോ വി ആർ ഇവാലുവേറ്റിംഗ് ഇന്റഗ്രൽ സി ടു ഡി ജി ഓഫ് വൈ ഡി. ഓക്കെ, so the steps are as in the previous case. Sketch the area, determine the boundaries c and d, definite integral evaluate ചെയ്യുക, upper limit lower limit substitute ചെയ്യുക. That will give the area under the curve in between y equal to c and y equal to d and y axis. Okay, ഇത് ഒരു കർവ് കൊണ്ട് ബൗണ്ട്, ഒരു കർവും നമ്മുടെ ആക്സിസും കൂടെ ബൗണ്ട് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സപ്പോസ് വി വാണ്ട് ടു ഫൈൻഡ് ദി ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്. നമുക്ക് രണ്ട് കർവ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. ഈ രണ്ട് കർവിനിടയിലുള്ള ഏരിയയാണ് നമുക്ക് വാല്യുവേറ്റ് ചെയ്യേണ്ടത്, ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ദെൻ what's the equation? The equation is integral upper function ഏതാണെന്ന് നോക്കുക, that is f of x, minus lower function ഏതാണെന്ന് നോക്കുക, that is g of x. Then integrate f of x minus g of x from a to b. That will give the area bounded by the curves y equal to f of x and y equal to g of x. Okay, this is the condition. f of x എപ്പോഴും g of x നേക്കാളും കൂടുതലാണെങ്കിൽ അപ്പർ ഫംഗ്ഷൻ ആയിട്ട് f of x ഉം ലോവർ ഫംഗ്ഷൻ ആയിട്ട് g of x ഉം വരും. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇന്റഗ്രൽ a to b f of x dx എന്ന് എടുത്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് f of x. ഇന്റഗ്രൽ a to b g of x dx എടുത്താലോ, g of x ന്റെ
താഴെയുള്ള ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പക്ഷേ വേണ്ടത് ഇവരുടെ രണ്ടിനെയും ഇടയ്ക്കുള്ള ഏരിയയാണ്. സോ അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ഏരിയയിൽ നിന്ന് രണ്ടാമത്തെ ഏരിയ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇന്റഗ്രൽ a to b f of x minus g of x dx. Okay, integral a to b f of x dx minus integral a to b g of x dx. അല്ലെങ്കിൽ integral a to b f of x minus g of x dx will give the area between y equal to f of x and y equal to g of x. ഇനി തിരിച്ച് ഇങ്ങനെയാണ് കർവ് തന്നിരിക്കുന്നതെങ്കിലോ, സപ്പോസ് എഫ് ഓഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ, കർവ് ഇങ്ങനെയാണ് ലൈ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഏരിയ കാണാൻ എന്താണ് ഇക്വേഷൻ? ഏരിയ ഈക്വൽ ടു ബൗണ്ടറീസ് ഏതാണ്? സിയും ഡിയും. ഇന്റഗ്രൽ സി ടു ഡി, റൈറ്റിലുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് വൈ മൈനസ് ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ ജി ഓഫ് വൈ, പ്രൊവൈഡഡ് എഫ് ഓഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ. ഓക്കെ, റൈറ്റിലുള്ള ഫംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ കുറയ്ക്കുക, അതിനെ സി ടു ഡിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ഗിവ് ദി ഏരിയ ബിറ്റ്വീൻ എഫ് ഓഫ് വൈ ആൻഡ് ജി ഓഫ് വൈ. ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ what's the area? Integral a to b upper function minus lower function dx, or രണ്ടാമത്തെ ടൈപ്പിലാണ് ഇന്റഗ്രൽ തന്നിരിക്കുന്നതെങ്കിൽ റൈറ്റ് ഫംഗ്ഷൻ മൈനസ് ലെഫ്റ്റ് ഫംഗ്ഷൻ dy. ഓക്കെ, കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ലൈവ് സെഷൻ വരുമ്പോൾ ചെയ്യാം. അപ്പൊ കൂടുതൽ ക്ലിയർ ആയിക്കോളും. ഇന്റഗ്രേഷന്റെ ഈ റിസൾട്ട്സ് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ.